ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഇൻട്രോ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെയായിട്ട് ബർത്ത്ഡേ നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ആരവത്തോട് കൂടിങ്ങാണ്ട് 2-3 ദിവസത്തിൻ്റെ ഇടയിൽ നടക്കുന്ന പരിപാടികളായിരുന്നു. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഉണ്ടാവില്ലേ, എല്ലാ വർഷവും. പക്ഷേ ഇപ്രാവശ്യം വീട്ടുകാരില്ല, നാട്ടിലത്തെ ഫ്രണ്ട്സില്ല, അങ്ങനെ ആരും ഇല്ലാണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് ഒരു പരിപാടി നടത്തണം. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലായിരുന്നു ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി 12 മണിക്ക് എനിക്ക് ഭയങ്കര സർപ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ചെറിയ രീതിയിൽ ഒരു മൂഞ്ചിരുന്നു, അങ്ങനെ ഇങ്ങനെയൊന്നും സർപ്രൈസ് ആക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളത് കണ്ടിട്ട് വരും. ഹലോ ഗൈസ്, ഇന്ന് മെസ്സിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. Thank you. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Lida Manoj nalu kara. ബാക്കിലേക്ക് കേക്ക് എപ്പോ തരേ? ഇത് കിട്ടുന്നില്ല, കൈ വറക്കുന്നു. ജൽവണ്ടേ ഓരോരുത്തർ വ്ലോഗിലൊന്നും ഞാൻ ബെറ്റർ എന്നെ എടുക്കട്ടെ. ഇല്ല രസമുണ്ടോ? കുറച്ച് വള്ളി കട്ട് ചെയ്യേണ്ടി വരും. സീനില്ല, ഞാൻ നാട്ടിൽ പോകുമ്പോ റെഡി ആക്കോളാം.
നല്ലുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഗൈസ് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിക്കണമെന്ന് കരുതുന്നു. വീഡിയോസിൽ നിന്ന് തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന്. പിന്നെ അതേപോലെ തന്നെ അതിൽ തന്ന ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ റൂംമേറ്റ്സും അതേപോലെ എൻ്റെ പി ജിയിൽ നിൽക്കണവരും എൻ്റെ ബാംഗ്ലൂരിലെ ഫ്രണ്ട്സും തന്നത് ആ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം ചങ്കിടിപ്പായിട്ടുള്ള കുറച്ച് ടീംസ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു തന്നിങ്ങാണ്ട് നമുക്ക് ഹുഡീസും അതേപോലെ ചോക്ലേറ്റ്സ്, എൻ്റെ ഫേവറേറ്റാണ് ചോക്ലേറ്റ്സ്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് സെറ്റാക്കിങ്ങാണ്ട് നാട്ടിൽ നിന്ന് സെറ്റാക്കി തന്നിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മാഷാഅല്ലാഹ് അടിപൊളിയായിരുന്നു. എന്തായാലും 19 എന്നുള്ള അധ്യായത്തിലോട്ട് കാല് കുത്തിയിരിക്കുന്നു. എന്തായാലും നല്ല രീതിയിൽ ഈ വർഷവും പോകണം എന്ന് ആഗ്രഹിക്കും. ഫ്യൂച്ചറിൽ നല്ല നല്ല എന്താ നമ്മൾ കരുതുന്ന ഡ്രീംസും കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയസ്സ് കൂടുന്തോറും നമുക്ക് കുറച്ച് ഉത്തരവാദിത്വം കൂടുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ല ആ ഒരു സംഭവം. എന്തായാലും 19 ആയപ്പോൾ ടെൻഷൻ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് സന്തോഷമുണ്ട്. ഇത്രയും 19 വർഷമായിട്ട് എൻ്റെ എല്ലാത്തിനും സപ്പോർട്ട് തന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും എൻ്റെ അമ്മമ്മ, ഇപ്പ, എൻ്റെ ഫാമിലി, അനിയത്തി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ഇന്നേ വരെ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് നേടി തന്നിട്ടുണ്ട് അവർ. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാനുള്ള ധൈര്യവും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിലും ഒരുപാട് താങ്ക്സ്. എന്നെ സന്തോഷിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ ഒറ്റ ഇതിൽ എന്താ പറയുക, അതിനൊക്കെ കഴിയുന്ന അതിനൊക്കെ ഒരു ഫ്രീഡുള്ള ആൾക്കാരാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലൈഫിൽ. സോ അതിനൊക്കെ ഭയങ്കര ഹാപ്പി. ഇനി അടുത്ത പ്ലാൻ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ കഴിച്ച് ഞാൻ നാളെ നാട്ടിൽ പോവാം. വീട്ടുകാർക്കൊന്നും അറിയില്ല, സർപ്രൈസ് ആയിട്ട് നാട്ടിൽ പോവാണ്. എല്ലാവരും പറഞ്ഞ് വാശിയ ബർത്ത്ഡേ ആയിട്ടെങ്കിലും വന്നുകൂടെ, എനിക്ക് അങ്ങനെ ഇങ്ങനെ. എനിക്ക് ലീവില്ല കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലീവിനെ കുറിച്ചിങ്ങാണ്ട് അറിഞ്ഞ് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയി. സോ അതുകൊണ്ട് തന്നെ ഇന്നെ വിളിച്ചാൽ തുടങ്ങി, എനിക്കും വന്നൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, വരുന്നപ്പോൾ അവിടെ വന്നിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ പറഞ്ഞു. അതിൽ അങ്ങനെ ആയിങ്ങാണ്ട് ഞാൻ എന്ത് കാട്ടി, രണ്ടും കൽപ്പിച്ചിങ്ങാണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ കഴിച്ച് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ വൈകുന്നേരം, ഇന്നിപ്പോൾ എത്രാം തീയതി, ഇന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ ഡേ ആണ് 16-ാം തീയതി. നമ്മൾ 17-ാം തീയതി നൈറ്റ് 11:45 PM നമ്മൾ ഇവിടുന്ന് പോവും. രാവിലെ അവിടെ എത്തും. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോവും. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കും അല്ലേ കാവ്യേച്ചി? അതെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നാട്ടിൽ പോണീൻ്റെ മുന്നേ 6 മാസത്തിന് ശേഷം പോവാണ്, അത് വേറെ കാര്യം. അപ്പോൾ അത് പോണീൻ്റെ മുന്നേ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ നമുക്ക്? അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഒരിക്കൽ വേണ്ട, അനിയത്തിക്ക് പറയലുണ്ട് എന്നും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പ് കാര്യങ്ങൾ ചെറുങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതി. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുക നമ്മൾ എന്താ വെച്ചാൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ വെച്ചിങ്ങാണ്ട് ജസ്റ്റ് ഇവർക്ക് കാണാൻ വേണ്ടിങ്ങാണ്ട് ജസ്റ്റ് കാണിച്ചു തന്നോളൂ. ഓക്കെ, ഇതിപ്പോൾ കാണിക്കുന്നേ. ഓക്കെ ഗൈസ്, സാധനങ്ങൾ ഇതിനുള്ളിലും ഇതിലൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അല്ലേ? ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ പി ജിയിലോട്ട് നടന്നു പോവുകയാണ്. ഇനി പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്നാ പോകുന്ന ചേച്ചിയെ? 20-ാം തീയതി. ആ ഓക്കെ, ഞാൻ പോകുന്നത് നാളെ. അപ്പോൾ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. അറ്റ് ലാസ്റ്റ് നമ്മൾ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബാഗും അതേപോലെ ഈ ഒരു ബാഗും ഉണ്ടോ കൊണ്ടുപോകുന്നത്. ഇതന്നെ രണ്ടും മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും എന്താ ഞാനും മാറ്റി റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാനും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം ഇന്നലെ നടന്നു. ഇന്നലെ രാത്രി ബർത്ത്ഡേ കഴിയാൻ ആ ദിവസത്തിൻ്റെ എൻഡിങ് ടൈമിൽ എനിക്ക് ഒരു സർപ്രൈസും കൂടെ കിട്ടി. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു സംഭവമായിരുന്നു. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് ആദ്യം പോയി കണ്ടിട്ട് വരും. ഇങ്ങോട്ട് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കുന്നതും வணக்கம்.
ഗൈസ്, ഞാൻ എന്തായാലും മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ മാനേജ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കണതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഞാനിപ്പോൾ എടുത്ത് പോവാൻ നിൽക്കുകയാണ് അങ്ങ് കേരളത്തിലോട്ട് ആഫ്റ്റർ 6 months. യാ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ലൈക്ക് ഉമ്മമാൻ്റെയും ഓരൊക്കെ എക്സ്പ്രഷൻസ് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല വെയിറ്റ് ഉണ്ട്, സീനില്ല. അപ്പോൾ എന്തായാലും ഓക്കെ. നമ്മൾ പി ജിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇതാ ആക്കിയിട്ട് നമ്മളെ PMS എന്താ പറയാ ഓമിനിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നത്. നമ്മളെ കൂടെ സിനാനുണ്ട്. സിനാനാണ് ഇന്ന് എന്താ പറയാ നമ്മളെ ട്രാവൽ പാർട്ട്ണർ. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ റെയിൽവേയിൽ എത്തിയിട്ടുണ്ട്. ട്രെയിനിൽ കയറി ഇരുന്നു. സിനാനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചാണ്ടൊക്കെ സെറ്റ് ആക്കിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ശരിക്കും നമ്മൾ ലോക്കലിലാണ് കയറിയിട്ടുള്ളത്, ജനറലിൽ. പക്ഷെ ഒരു മനുഷ്യല്ല, വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനി ട്രെയിൻ എടുത്തിട്ട് കാണിച്ചു തരാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. ഇല്ല, ട്രെയിൻ ഇപ്പം തന്നെ കയറിയിരുന്ന നമ്മൾ 2 വ്യക്തികൾ 8 മണിക്കാണ് ട്രെയിൻ എടുക്കുക. നമ്മൾ 6 മണിക്ക് ഇവിടെ വന്നിരുന്നിരിക്കണം. അയ്യോ, പക്ഷെ അതുകൊണ്ട് എന്താ സീറ്റ് കിട്ടി നമുക്ക്. ഇപ്പോൾ നേരം എത്ര 7:23 8 മണിക്ക് ട്രെയിൻ എടുക്കും. ഓക്കെ, അപ്പം എന്തായാലും ഇനി ട്രെയിൻ എടുത്ത് കാണിച്ചു തരാം. എന്താ സിനാനെ കൊയങ്ങിയ ഗൈസ്? കുറേ നമ്മൾ തിന്നും, പിന്നെയും വെറുതെ ഇരിക്കും, പിന്നെയും തിന്നും, പിന്നെയും വെറുതെ ഇരിക്കും. അങ്ങനെ 2 മണിക്കൂർ ഇപ്പം നീന്തിക്കണേ, അത് ട്രെയിൻ എടുക്കാണ്ട്. ഇനി 8 മണിക്ക് ട്രെയിൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുക. എന്തായാലും സീനില്ല, നമ്മൾ മൂവി കാണും, ഫുഡ് കഴിക്കും. രാവിലെ ഒരു 7-8 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തും കറക്റ്റ്. ഓക്കെ, നമ്മൾ തിരൂരിക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. തിരൂരിൽ ചെന്നിട്ട് നമ്മൾ അവിടുന്ന്, സിനാൻ്റെ നാട് മഞ്ചേരിയാണ്, അപ്പോൾ അവിടെ പോകണം. അവിടെ പോയിട്ട് ഓൻ ഇനി അവിടുന്ന് വണ്ടൂർക്ക് ആക്കി തരും. വണ്ടൂരിൽ നിന്ന് ഹലെന്നെ പിക്ക് ചെയ്യാൻ വരും. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. ഗായ്സ്, അങ്ങനെ വൈകുന്നേരം ഒരു 1 മണി ഒക്കെ ആവാനായിട്ടുണ്ട്. 1 മണി കഴിഞ്ഞ് നമ്മൾ ലൈസും ചിപ്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് സിനാൻ കിടന്നുറങ്ങി. ഞാൻ ഇപ്പോഴും ഉറക്കം വരുന്നില്ല, എനിക്ക് എന്താവും. അപ്പം എന്തായാലും ഇതൊക്കെയാണ് വിശേഷം ട്രാവലിൽ. ഇനി എന്തായാലും നാളെ രാവിലെ കാണാം. ഓക്കെ ഗായ്സ്, അറ്റ് ലാസ്റ്റ് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്, കേരളത്തിലെത്തിയിട്ടുണ്ട്. തിരൂരെത്താറിയിരിക്കുന്നത് ഇപ്പം നേരെ ഒരു 6 മണി കഴിക്കണം കേട്ടോ. ഗായ്സ്, അറ്റ് ലാസ്റ്റ് നമ്മൾ മലപ്പുറം തിരൂരെത്തിയിട്ടുണ്ട്. സിനാനെ മുഖം കേൾക്കാൻ പോയിട്ടുണ്ട്. അയ്യോ, സമാധാനം. ഒരു ലോങ് ജേർണി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മൾ ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ 6 മണിക്ക് കയറി കുത്തിരുന്നതാണ് ട്രെയിനിൽ. അത് ഇപ്പോൾ എന്താപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ എന്തൊരു സുഖം. ഇങ്ങനെ നിവർന്നിങ്ങനെ നിന്നപ്പോൾ സീൻ. ഇതുവരെ ബാക്ക് പെയിനൊക്കെ എടുത്ത് ആകെ അങ്ങോട്ട് ഇതായിരുന്നു. പക്ഷെ എന്നാലും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. സീസൺ അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ തിരൂരെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ സിനാൻ്റെ നാട് മഞ്ചേരി. എൻ്റെ നാട് മഞ്ചേരിയാണ്. അവിടുന്ന് കുറച്ച് പോകാണ്ട് മഞ്ചേരി പോകണം. അവിടുന്ന് പിന്നെ ഒരു വണ്ടൂർക്ക് ആക്കിത്തരും. വണ്ടൂരിന് ഹല വന്ന് പിക്ക് ചെയ്യും. അതാണല്ലോ നമ്മൾ പ്ലാൻ. അപ്പം ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ട്രെയിനിലത്തെ ഫുഡ് ഓന് ഇന്നെ കഴിക്കാൻ അയച്ചിട്ടില്ല. അതാണ് സംഭവം. ഓന് എക്സ്പീരിയൻസ് ഉണ്ട്, ലൈക്ക് പണിയോ ആളൊന്നും മനസ്സിലായി. സോ അതുകൊണ്ട് ഓന് ഫുഡ് കഴിക്കണ്ടായിരുന്നു. നമുക്ക് രാവിലെ അവിടെ എത്തിയിട്ട് നല്ല നാടൻ നമ്മളെ മലപ്പുറം സ്റ്റൈൽ ഫുഡ് കഴിക്കാറുണ്ട്.
അപ്പോൾ എന്തായാലും ഇനി പോയിങ്ങാണ്ട് ഫുഡ് കഴിക്കണം. അതിൻ്റെ മുന്നേ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തങ്ങാണ്ടൊന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ മസാല ദോശയായിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളത് നമ്മൾ ഹോട്ടലിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെജിറ്റേറിയനാണെന്ന്. കണ്ട, എന്തായാലും ഇപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ മസാല ദോശ ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് വരട്ടെ. എന്നിട്ട് നമ്മൾ മഞ്ചേരി എത്തിയിട്ട് മേ ബി ചിലപ്പോൾ നല്ല ഫുഡ് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിയിട്ട് ഇനി സെറ്റ് ഫുഡാണ്. ഗായ്സ്, മസാല ദോശ വന്നിട്ടുണ്ട്. നമ്മൾ ആചാര്യത്തെ മസാല ദോശ കഴിക്കല്. അപ്പം എന്തെങ്കിലും കഴിച്ചു തരാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഈ മഞ്ചേരി എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ എവിടെ എത്തി? മഞ്ചേരി എത്തിയില്ലേ? ചെങ്ങായിൻ്റെ നാട്ടിലെത്തി. എന്താ നമ്മൾ അവിടുന്ന് ഓൻ്റെ അമ്മാൻ്റെ അടുത്ത് പോയി ചായയൊക്കെ കുടിച്ച് സെറ്റായി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇനി ഓനിൻ്റെ വണ്ടൂർക്കാക്കി തരാൻ പോവാണ്. അവിടെ നമ്മളെ ഹല വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഗായ്സ്, അറ്റ് ലാസ്റ്റ് നമ്മൾ വണ്ടൂരങ്ങാടി കണ്ടിരിക്കുന്നു. ഗായ്സ്, വണ്ടൂരങ്ങാടിയൊക്കെ കണ്ടിട്ട് എന്തോ ഒരു ഫീല്, കരച്ചിലും സന്തോഷം എല്ലാം അതും വരുന്നുണ്ട്. ഞാൻ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഇവിടുന്ന് കാണുന്നുണ്ടോ നോക്കട്ടെ. ഫീല്. റൈറ്റിക്ക് ചെങ്ങായിക്ക് നമ്മളെ നാടെന്ന് അറിയില്ല, കാണിച്ചു കൊടുത്തിട്ട്. അതാണ് ഞാൻ പഠിച്ച സ്കൂള്. അവിടെ ഗേൾസ്. അയ്യോ, സീന് നമ്മളെ എന്നും ഫുഡൊക്കെ വാങ്ങിക്കുന്ന ബേക്കറി, KFC ബേക്കറി, ആത്താസൊക്കെ ഒരു വികാരം തന്നെയാടാ അതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ 6 മാസത്തിന് ശേഷം വന്നുകൊണ്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് എന്ന് എനിക്കറിയാം. പക്ഷെ ആ ഒരു ഫീൽ അനുഭവിച്ചേ മതിയാവും. വെറുതെ ഒന്നല്ല, ഈ പ്രവാസികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. സെറ്റ് എന്തായാലും ഹല ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഓളെ തരഞ്ഞു പിടിച്ചിങ്ങാണ്ട് ഓളെ അടുത്ത് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഹല എത്തിയിട്ടുണ്ട്. അത് അവിടെ ഉണ്ട്, അവിടെ ഒരു ഉണ്ട്. ഹല ഫാത്തിമ, ബാംഗ്ലൂർ ടീംസ്. പോവാണോ സിനാന? ബോളെ ഓർക്കട്ടെ, കോപ്പിറൈറ്റ് അടിക്കോ? പോവാ? ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ. അടുത്ത കാണുന്ന വരെ ഹലോ ബൈ പറഞ്ഞോ, ബൈ. അപ്പൊ ഓക്കെ, ഇതെങ്ങനെയെങ്കിലൊക്കെ വെക്കാവുന്ന പ്രശ്നമല്ല. അപ്പൊ ഓക്കെ സിനാനെ, പോയി ഉറങ്ങ, വിളിക്ക്, എത്തിയിട്ട് വിളിട്ടോ, മറക്കല്ലേ. ഗായ്സ്, അറ്റ് ലാസ്റ്റ് നമ്മൾ വണ്ടിമ കയറിയിരിക്കുന്നു. ഇനിയാണ് നമ്മളെ കളികൾ. 10 ദിവസം നമ്മൾ ഇവിടെ ഉണ്ട്. ഓക്കെ, പോവല്ലേ? അപ്പൊ ഗായ്സ്, അപ്പം നമ്മൾ മാസ്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വീടെത്താനായിക്കണ്. ഇപ്പം എൻ്റെ അങ്ങാടിയിൽ നിന്ന് കണ്ടു, പക്ഷെ ഇപ്പം മനസ്സിലായിട്ടില്ല ഞാനാണ്. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരട്ടോ. അതുപോലെ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും ഭയങ്കര എക്സൈറ്റഡ്. നമ്മളെ മിക്കവാറും ആട്ടി വിടാനാണ് കൂടുതൽ ചാൻസ്. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ കാണി. ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. ഇല്ല ഒരു വണ്ടി
Okay. അപ്പോൾ ഗായ്സ് അങ്ങനെ എല്ലാ പരിപാടിയും 10 ദിവസത്തെ വെക്കേഷനും കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ എത്തി. ഇങ്ങോട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, വേറെ ഒന്നുകൊണ്ടല്ല. എനിക്ക് അവിടെ ചെന്നിട്ട് വീഡിയോ എഡിറ്റ് ആക്കാനോ അതേപോലെ എന്താ വീഡിയോസ് എടുക്കാനോ ഒരു വ്ളോഗും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഇവിടെ എടുത്ത ക്ലിപ്സൊക്കെ വെച്ച് ആഡ് ചെയ്തെങ്ങാണ്ട് നിങ്ങൾക്ക് കാണാൻ മാത്രമുള്ള രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ക്ലിപ്സും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു വ്ളോഗും വേറെ ഒരു കണ്ടന്റും നമ്മൾ അവിടുന്ന് ക്രിയേറ്റ് ചെയ്തെങ്ങാണ്ട് വ്ളോഗാക്കി ഇട്ടിട്ടുമില്ല. കാരണം ഒന്നുമല്ല, കുറേ കാലത്തിന് ശേഷം പോയതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലായിരുന്നു എല്ലാ ഡേയ്സും. അപ്പം ഇന്നലെ രാത്രിയാണ് അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് അവിടുന്ന് കയറി രാത്രി ഇവിടെ എത്തി. അങ്ങനത്തെ രീതിയിൽ ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താ പറയുക, എനിക്ക് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞതിന് എനിക്ക് അറിയാം. കാരണം നമുക്ക് ഇവിടെ ബാംഗ്ലൂർ എന്താണെന്ന് അറിയില്ല. അപ്പം അതറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അവിടുന്ന് പോന്നപ്പോൾ എന്തോ കണ്ണൊക്കെ നിറഞ്ഞാകെ ഒരുമാതിരി ഒരു ഇടങ്ങേറി, ഇപ്പോഴും മനസ്സിൽ നിന്ന് പോണില്ല. എന്താണെന്നറിയില്ല, എന്തോ ഒരു സംഭവം, ഒരു ഇടങ്ങേറ് എന്നൊക്കെ പറയില്ലേ, എന്തപ്പോ എങ്ങനെ പറഞ്ഞു തരാന്ന് അറിയില്ല. മേ ബി എല്ലാ സ്റ്റുഡൻസിനും വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ കാര്യത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നതിൻ്റെ ആ ഒരു ഇതാണ്. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിനെ ആണെന്നുണ്ടെങ്കിലും ഫാമിലിനെ ആണെന്നുണ്ടെങ്കിലും. പിന്നെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നേ പറ്റൂ. എക്സാം കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്നത്, ക്ലാസ് കാര്യമൊന്നുമില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ എന്താ പറയുക, അവിടെ ചെന്നപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാനോ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല. സംഭവം ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്നാൽ എനിക്ക് അതിൽ ഭയങ്കര ഫോക്കസ് ചെയ്തിരിക്കേണ്ട ആവശ്യം ഉണ്ടാവും.
അതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് അവിടെ എല്ലാവരും മൊമെൻറ്റ്സും കാര്യങ്ങളും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാൻ ചെയ്തു ഈ വെക്കേഷനിൽ എന്തായാലും നമ്മൾ നാട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കണ്ട, ഞാൻ എൻ്റെ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് എൻ്റെ മൈൻഡ് ഹാപ്പി ആക്കിങ്ങാണ്ട് ഒന്ന് ഫുൾ സെറ്റ് ആയിങ്ങാണ്ട് നമുക്ക് തിരിച്ചു വരാമെന്നുള്ള മൈൻഡോട് കൂടിയാണ് പോയിരുന്നത്. അതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. 10 ദിവസവും 10 പരിപാടിയായിട്ട് എല്ലാവരും കണ്ട് അടിച്ച് പൊളിച്ച് തിമർത്തി വന്ന്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂർ ലൈഫ്. നമ്മളെ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായി. ഇൻഷാ അല്ലാഹ് January 6th ഒക്കെ ആയിട്ട് എക്സാം ഉണ്ടാവും, സെം എക്സാം. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്തോ എല്ലാവരും പിരിഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് 10 ദിവസത്തിന് പോയിങ്ങാണ്ട് പെട്ടെന്ന് ദിവസവും കഴിഞ്ഞു, ആകപ്പാടായപ്പോൾ ഒരിടങ്ങേറ്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് നമ്മളിനി അടുത്ത വെക്കേഷൻ്റെ സമയത്ത് പോകും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.